സോണി ചായ സോറി സ്റ്റൂ അല്ല. അപ്പോ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പുളിങ്ങ ഇറച്ചിയും കൊച്ചിക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പുളിങ്ങ ഇറച്ചി. അതായത് ഇതില് ചേർക്കുന്ന വെച്ച് കഴിഞ്ഞാല് വെറുതെ പച്ചമുളകും ഇഞ്ചിയും ഇച്ചിരി ഉപ്പും പൊടിക്കും മഞ്ഞളും മാത്രം ഇട്ടാണ് സാധനം ശരിയാക്കുന്നത്. ടേസ്റ്റ് സാധനം ഇങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം. രാവിലത്തെ ഞങ്ങളുടെ ചായ പിടിക്കുന്ന സ്പെഷ്യൽ ഇതാണ് ബീഫും നല്ല പുളിങ്ങ ഇറച്ചിയും. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കഴിക്കാൻ വേണ്ടി പോണാണ്. അപ്പോ ടീന ഫുഡ് എടുത്തോണ്ടിരിക്കുകയാണ്. അതന്നെ മറ്റേ ഗണപതി കൊടുക്കും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണേ. ടീനയുടെ ഫുഡ് പിന്നെ ബീഫ് പുഴുങ്ങിയത്. അപ്പൊ എല്ലാവരും കഴിക്കാൻ അത് തന്നെ ഇത് മാറ്റി ഞാൻ പറഞ്ഞു മാറ്റി ചെറിയ ചെറുത്തിരുത്തുണ്ട്. ഞാൻ വെച്ചോണ്ട് പറഞ്ഞല്ലോ സൂപ്പറാ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്ത ആൾക്കാരൊന്നും കഴിച്ചു നോക്കണോ? ഇട്ട് സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബീഫ് വേറെ രീതിക്ക് കഴിച്ചാൽ ഇഷ്ടപ്പെടില്ല. എനിക്ക് എന്റെ വീട്ടിലെ അമ്മച്ചിയെ എപ്പോഴും ചെയ്ത് തരുന്നു. എപ്പോഴാ വെച്ചാൽ ശനിയാഴ്ച ഇത് ഈ ഇറച്ചി വാങ്ങിച്ച് പുഴുങ്ങിയിട്ട് പുട്ടും ഇതുപോലെ കഴിക്കല് സ്ഥിരം പല രീതിയും പല ആൾക്കാർ പല രീതി ചില ആൾക്കാർ ഒറ്റയടിക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവിടെ ഇറച്ചി ചെയ്യണത്. അപ്പൊ അതൊരു വെറൈറ്റി ആണ്. അപ്പൊ ആ കൂട്ടത്തിൽ പുഴുങ്ങിയതിന്റെ ഇറച്ചി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ആ ചാറും കൂടി കഴിക്കാൻ ടേസ്റ്റ് ചെയ്യുന്നത് കിടുവാണ്. അപ്പൊ ഞങ്ങൾ ചായ കുടിക്കട്ടെ. എല്ലാവർക്കും എടുക്കും പൊരിച്ചിട്ട് കഴിക്കാം. അപ്പൊ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡിലേക്ക് കിടക്കാൻ പോയാണ്. ഞങ്ങളുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ചായ കുടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിള്ളേര് പറഞ്ഞു അവർക്ക് നെയ്ച്ചോറ് കഴിക്കണം അല്ലെ. നെയ്ച്ചോറ് കഴിക്കണം പറഞ്ഞു. ഇപ്പൊ നെയ്ച്ചോറ് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ എപ്പോഴും എല്ലാവരും ബിരിയാണിക്കാണ് കൂടുതൽ കഴിക്കുന്നത്. നെയ്ച്ചോറ് അങ്ങനെ പൊതുവെ ഞാനും ഉണ്ടാക്കിയിട്ടില്ല. ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ കഴിച്ചേക്കണെന്ന് വെച്ചാൽ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ അവര് പെരുന്നാളിന് വിളിക്കുമ്പോ കഴിക്കണം നെയ്ച്ചോറെന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വീട്ടിലുണ്ടാക്കി കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോ ഞാൻ വിചാരിച്ചു പിന്നെ നെയ്ച്ചോറൊന്ന് പരീക്ഷണം ചെയ്ത് നോക്കാൻ നോക്കും. എന്താക്കുന്ന നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്നും ഞങ്ങൾ കാണിക്കുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ സവാളയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ തക്കാളി ഇതൊക്കെ എടുത്തിട്ടുണ്ട്. കറിക്കല്ലേ. അപ്പൊ കറി എന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ സവാള എനിക്ക് വേറെ ചെറിയൊരു പരിപാടികളുണ്ട്. പുറത്തേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടി പോവാം. അത് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ എവിടെ നാട്ടിട്ട് മൂർച്ചയാണ്. നാട്ടിൽ മൂർച്ചയാണ്. അത് കള മാറ്റിക്കോട്ടെ. സവാള ചെറുതായിട്ട് ചീത്തായി പോലും കറിയുടെ പകര ടേസ്റ്റ് ഉണ്ടാവും. സവാള എപ്പോഴും നല്ലതായിരിക്കണം. കുക്ക് ചെയ്യാൻ ആൾക്കാർക്ക് അറിയാൻ പറ്റും. സവാള ചെറിയൊരു ഇത് വാക്കറ്റ് വന്നാൽ പറഞ്ഞ ഇങ്ങനെ അങ്ങനെ തോന്നില്ലേ. അതന്നെ കാര്യം. ഏയ് എന്താണ് വേണ്ടേ ചെയ്യണ്ടേ പോകണ്ടേ? അല്ലടാ കണ്ണേരിടന്ന് പറഞ്ഞ ഇപ്പൊ തന്നെ ഓട് വലിയ കാര്യത്തിന് വന്നിരിക്കണേനെ. ഈ 3 സവാള പോരല്ല വറക്കാൻ വേണ്ടി വേണം. പിന്നെ കറിയിടാൻ വേണം. പിന്നെ മനസ്സിലായല്ല ഇവിടെ കൂടുതൽ പണിയെടുക്കുന്ന ആരാന്ന് സവാള വല്ലവരും വീട്ടിൽ കുറിച്ചാൽ മതി. അപ്പൊ തന്നെ ഇവിടെ കണ്ണിന് കരച്ചില്ല വെള്ളം വരാന്ന് പറഞ്ഞു. കണ്ണിന് വെള്ളം വരാൻ അതിന് അതിനൊരു ഇതുണ്ടോ എന്ത് ചെയ്യുന്ന അതെ ബാക്കി പെട്ടെന്ന് സെറ്റാക്കാം. അപ്പൊ ഞങ്ങളുടെ നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചേ. പപ്പടം ഉണ്ട്, ബീഫ് കറി ഉണ്ട്, നെയ്ച്ചോറുണ്ട്. ഓക്കെ. പിന്നെ അച്ചാറൊക്കെ പറഞ്ഞായിരുന്നല്ലോ.
അച്ചാറ് പറഞ്ഞു. പറഞ്ഞായിരുന്നു അച്ചാറ് പറഞ്ഞായിരുന്നു. അച്ചാറ് പറഞ്ഞു. അപ്പോ എല്ലാവരും കഴിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനാണ് അല്ലേ? ഫുഡ് കഴിക്കാൻ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നിർത്തണേ. ഓക്കെ ബൈ. കഴിക്കട്ടെ.